ചികിത്സാ സംവിധാനങ്ങളിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവെൻഷൻ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞു, ക്യാൻസർ രോഗം വന്നാൽ നിസ്സഹായമായി പേടിച്ച് അയ്യോ, ഒന്ന് നമുക്ക് ഭയമുണ്ടാകും, രണ്ട് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു സ്ഥിര വരുമാനമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച്, സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏർപ്പെടുത്തിയിട്ടുള്ള ചില പേറ്റന്റ് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ ഡ്രഗ്സിനൊക്കെ വലിയ വില ഉള്ളൊരു സാഹചര്യമുണ്ട്. അവിടെ സംസ്ഥാന സർക്കാർ ഒരു ഇടപെടൽ നടത്താൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് നമുക്ക് കമ്പനി വിലയ്ക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകൾ അത് ആളുകൾക്ക് കൊടുത്തുകൂടാ? ഞാൻ സൗജന്യ ചികിത്സ ലഭിക്കുന്നവർക്ക്, അതിന് അർഹരായിട്ടുള്ളവർക്ക് അത് ലഭിക്കും. അപ്പോൾ ആ ഇൻഷുറൻസ് ഇതിൽ പെടാതെ, അല്ലെങ്കിൽ സൗജന്യ ചികിത്സ ഇപ്പുറത്തുള്ള മരുന്ന് പണം കൊടുത്തു വാങ്ങിക്കേണ്ടി വരുന്നവർക്ക് ഏറ്റവും മിതമായി, രാജ്യത്തിനെയും ഇതിനേക്കാൾ വില കുറഞ്ഞ ഒരിടത്തും ക്യാൻസർ മരുന്ന് ലഭിക്കില്ല. അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആശങ്കകൾ പറഞ്ഞു. അങ്ങനെ അത് എത്രത്തോളം നടക്കും? ഇവിടെ ആളുകൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് വന്ന് ചൂഷണം ചെയ്യുമോ? പുറത്തു നിന്നുള്ള അങ്ങനെയുള്ള വിൽപ്പനയ്ക്ക് ആളുകൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉയർന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ കൗണ്ടർ ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്, അതിനുശേഷം തൊട്ട് പിന്നാലെ ട്രാൻസ്പ്ലാന്റേഷന് ശേഷമുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള മരുന്നുകൾ കൂടി ലഭ്യമാക്കണമെന്നുള്ളത് ലക്ഷ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 247ഓളം മരുന്നുകൾ, അത് ഒരു ലാഭവുമില്ലാതെ ലാഭരഹിതമായി, പൂർണ്ണമായിട്ടും ലാഭരഹിതമായി നമ്മുടെ കാരുണ്യ ഫാർമസിയുടെ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുകയാണ്. കാരുണ്യ സ്പർശം കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 14 ജില്ലകളിൽ 14 കാരുണ്യ ഫാർമസികൾ. അത് ഏതൊക്കെ കാരുണ്യ ഫാർമസികളാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഈ കാരുണ്യ ഫാർമസി കൗണ്ടറിൽ നിന്നാണത് ലഭ്യമാകുക. അതോടൊപ്പം തന്നെ അത് അർഹമായിട്ടുള്ള വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി പ്രിസ്ക്രിപ്ഷൻ, ഏറ്റവും പുതിയ പ്രിസ്ക്രിപ്ഷൻ വേണം. ആ പ്രിസ്ക്രിപ്ഷനിലായിരിക്കും സീൽ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഹെൽത്ത് ഐ ഡി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ ഉയർത്തിയ ആ ആശങ്കകളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഇത് സാധ്യമാക്കിയ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. അത് ആ രീതിയിൽ ലഭ്യമാക്കണമെന്നുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്യാൻസർ രോഗത്തിൻ്റെ മുന്നിൽ നിസ്സഹായരാകുന്ന ആയിരക്കണക്കിന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് ലഭ്യമാക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ലക്ഷ്യം മികച്ച ക്യാൻസർ രോഗ പ്രതിരോധവും അതോടൊപ്പം തന്നെ മികച്ച ക്യാൻസർ ചികിത്സയുമാണ്. ഇപ്പോൾ സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് വാക്സിനുണ്ട്. വാക്സിൻ്റെ എഫിക്കസി വളരെ 98% മുകളിലാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ഈ സെർവിക്കൽ ക്യാൻസറിൻ്റെ വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരംഭിക്കും. നല്ല വിലയാണ്, പക്ഷേ എന്നാൽ പോലും അത് നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. വികസിത രാജ്യങ്ങളിലൊക്കെ ഈ വാക്സിൻ ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മികച്ച ക്യാൻസർ രോഗ പ്രതിരോധവും ചികിത്സയുമാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ കിഫ്ബിയിലൂടെ പണം ചെലവഴിക്കുന്ന അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമാണ്. കെട്ടിടങ്ങളുടെ നിർമ്മാണം, പുതിയ സ്കീമുകൾ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ 2 പുതിയ ബ്ലോക്കുകൾ, MLT ബ്ലോക്കും അതോടൊപ്പം സർജിക്കൽ ബ്ലോക്കും ഒക്കെ നിർമ്മിക്കുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. അതോടൊപ്പം പുതിയ ചികിത്സാ സങ്കേതങ്ങൾ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് ദേശീയ റാങ്കിങ്ങിൽ ആദ്യമായി കഴിഞ്ഞ വർഷമാണ് ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടത്. ഇത്തവണ ആ നില മെച്ചപ്പെടുത്തുവാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കഴിഞ്ഞു. അതിന് പ്രത്യേക അഭിനന്ദനം. നമ്മുടെ ദന്തൽ കോളേജും റാങ്കിംഗ് പട്ടികയിൽ ദേശീയ തലത്തിൽ മുൻനിരയിലാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. തുടർച്ചയായി 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി നമ്മൾ ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടത്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ത്യാഗനിർഭരമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, മുഖ്യമന്ത്രിയും മന്ത്രിയും ഡയറക്ടർമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതൽ നമ്മുടെ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് വരെയുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ആശമാർ വരെ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഒക്കെ തന്നെ പല ത്യാഗങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ സേവനം നടത്തുന്നത്. പക്ഷെ അതിന് ചില ആ പൊതുവായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്ക്
എതിരെയുള്ള ചില മനോഭാവങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് കൂടി നമ്മൾ കാണാതെ ഇരുന്നു കൂടാ. ചിലരെങ്കിലും പല പേഷ്യൻസും പറയും വേണമെങ്കിൽ ചികിത്സിച്ചാൽ മതി എന്ന് പറയും. ആ മനോഭാവം തീർച്ചയായിട്ടും മാറണം. ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറേണ്ടതായിട്ടുണ്ട്. വേണമെങ്കിൽ ചികിത്സിച്ചാൽ മതി ഇത് എന്നുള്ളതിന് പകരം എനിക്ക് എങ്ങനെ അങ്ങേ സഹായിക്കാൻ കഴിയുമെന്നുള്ള നിലപാടിലേക്ക് ഭൂരിപക്ഷത്തിനൊപ്പം എല്ലാവരും മാറണം എന്നുള്ളതാണ്. അവിടെ ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഒപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പിൽ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ പദ്ധതിയാണ് ഇത്. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ പദ്ധതിക്ക് നൽകുന്നുണ്ട്. അതിനും ബഹുമാനപ്പെട്ട CM-നോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.